ഏപ്രിൽ 21 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. വിശ്വാസം വളർത്തുക എന്ന തലക്കെട്ടോടു കൂടിയാണ്. ബോബ് ആൻഡ് ഗുഡ് ഓൾഡ് ടൈമേഴ്സ് എന്ന ലിറ്ററേച്ചറിലെ ഭാഗമാണ്. ബോബിൻ്റെ പ്രധാനപ്പെട്ട വാചകങ്ങൾ തന്നെ. വിശ്വാസം എന്ന് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണെങ്കിലും ആ വിശ്വാസം നമ്മളിലൂടെ 24 മണിക്കൂർ പ്രവർത്തിക്കേണ്ടതാണെന്ന് പ്രോഗ്രാമിൽ പറയാറുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ രീതിയാണ് ദൈവത്തിൻ്റെ കാര്യം എന്ന് പറയാറുണ്ട് പ്രോഗ്രാമിൽ. അതിനൊക്കെ ഉപരിയായിട്ട് വേറൊരു വിശ്വാസമുണ്ട്. അത് ഒന്ന് കൂട്ടായ്മയിലുള്ള വിശ്വാസമാണ്. രണ്ടാമത് പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ഏടെ പരിശീലനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പരിശീലനത്തിലൂടെയാണ് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ ഏടെ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും പണ്ട് ഒരു കാലത്തിലും ഉറച്ചു നിൽക്കാതിരുന്ന ഒരാളാണ് പ്രോഗ്രാമിനെ പുറത്തുനിന്ന് അന്ധനാനയെ കാണുന്ന പോലെ കണ്ട കാലത്ത്, അല്ലെങ്കിൽ പകുതി എന്തൊക്കെയോ അറിഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ ശ്രമിച്ച കുറച്ച് കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്താ കുഴപ്പമുണ്ടായെന്ന് വെച്ചാൽ, ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് അറിയില്ല, എന്നാൽ അവിടെയും ഇവിടെ അറിഞ്ഞു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അല്പജ്ഞാനം വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. പൂർണ്ണമായിട്ടുള്ള അറിവില്ല, അപ്പോൾ അത് പ്രാവർത്തികമാക്കാനായിട്ട് പറ്റുന്നുമില്ല. ഇത് പരിശീലിക്കുക എന്ന് പറയുന്നത് പറയുന്ന പോലെ എളുപ്പമുള്ള ഒന്നായിരുന്നില്ല. ഒരു കാര്യം ജീവിതത്തിൽ പാലിക്കണം. ഒരു കുഴപ്പം പലപ്പോഴും ഈ സന്തോഷവും അതേപോലെ ദുഃഖമൊക്കെ ഒരേപോലെ നേരിടണം എന്ന് പറയുമ്പോൾ പറയണ പോലെ എളുപ്പമല്ല യഥാർത്ഥത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ ഭയം മാറ്റുക. ഭയം മാറണം എന്ന ആഗ്രഹമുണ്ട്. എങ്ങനെ ഭയത്തെ മാറ്റാനായിട്ട് നമുക്ക് പറ്റും? അതിനാണ് ഭയത്തെ മാറ്റാനൊക്കെ വിശ്വാസത്തെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു. ഭയത്തെ മാറ്റാൻ, എനിക്ക് നീരസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നീരസത്തെ മാറ്റാൻ, എനിക്ക് പറ്റില്ല എന്ന് കരുതിയ കാര്യങ്ങളെ പറ്റിയാണ്. 24 മണിക്കൂറിൻ്റെ പ്രോഗ്രാമാണ്. എന്നെ ഇന്നിൽ ജീവിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് തടയുന്നത് എന്താണ് എന്ന അന്വേഷണമായിരുന്നു 4ാമത്തെ പടിയിലൂടെ നടത്തിയത്. എങ്കിൽ പൊതുവായിട്ട് എൻ്റെ സ്വഭാവത്തിലെ ദുർബലതകളെ കണ്ടെത്തിയാലാണ് അതിൻ്റെ അടിത്തറയിൽ നിന്ന് വിശ്വാസത്തെ കൊണ്ട് അത് മാറ്റാൻ പറ്റുക. ആദ്യം ഞാൻ വിശ്വസിക്കണം. ഈ പരിശീലനത്തിലൂടെ എൻ്റെ മുന്നേ കടന്നുപോയ പഴമക്കാർക്ക് ഇത് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അവിടെ വേറെ തർക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം സന്നദ്ധരാകുന്നു. സന്നദ്ധനായതിനു ശേഷം എങ്ങനെയാണ് ആ വിശ്വാസത്തെ ഞാൻ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക? ആദ്യമായിട്ട് ദേഷ്യം ഉണ്ടായിരുന്ന ആളുകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ എൻ്റെ തെറ്റില്ലാതെ എന്നെ ദ്രോഹിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ, അവിടെ ആദ്യമായിട്ട് അവർ രോഗിയാണ് എന്ന് പറയുന്നത്, അവരോടുള്ള നീരസം കളഞ്ഞാലാണ് എനിക്ക് സന്തോഷമുണ്ടാകുള്ളൂ എന്നതിനെ വിശ്വസിക്കാൻ തയ്യാറായപ്പോഴാണ് അതിൽ മാറ്റം ഉണ്ടായതിന് തുടക്കം കുറിച്ചു. കഷ്ടപ്പെട്ടാണെങ്കിലും അതിൻ്റെ ഒരു തുടക്കം എളുപ്പത്തിലൊന്നും ആയതില്ലെങ്കിലും ആ രീതിയിലൊരു വാദിയൊക്കെ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പകുതി സമ്മതത്തോടു കൂടി നടക്കുകയും അത് നിരന്തരമായ പ്രയത്നങ്ങളോട് അതിനെ കൊണ്ട് സാധിക്കുമെന്ന ആ ഒരു ഉറപ്പ് സ്പോൺസർ തരുമ്പോൾ, ലിറ്ററേച്ചറുകളും അത് തന്നെയാണ് നമുക്ക് തരുന്നത്. അത് അവർക്കൊക്കെ സ്പോൺസർക്കൊക്കെ സാധിച്ചു എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് സാധിച്ചുകൂടാ? ദൈവം നമ്മളെപ്പോലെ ഒരു കള്ളുടിയൻ തന്നെയാണ്. അപ്പോൾ കുടിക്കാതിരിക്കാനായിട്ട് ഇത്തരം പ്രവർത്തികൾ കൂടി ആവശ്യമാണ്. അപ്പോഴാണ് വീണ്ടും ഉണ്ടാകുന്ന കുടിയെ തടയാനായിട്ട് എനിക്ക് പറ്റുക. ഒരു കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമില്ല. അതുകൊണ്ടാണ് ആദ്യം എൻ്റെ പഴയ മനോഭാവം വെച്ചിട്ട് ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള ചിന്ത. അവിടെയാണ് നീ തീർച്ചയായിട്ടും 100% വിശ്വസിക്കുക. ഇത് ഞങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതാണ്, നീ ആ രീതിയിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങുക എന്ന് പറയുകയാണ് പഴമക്കാർ. 24 മണിക്കൂർ നമ്മുടെ പ്രവർത്തികൾ കടന്നു വരേണ്ട ഒന്നാണ് വിശ്വാസം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പ്രവർത്തിപ്പിക്കാൻ തയ്യാറാകണം. എൻ്റെ നീരസങ്ങളുടെ ഭാഗത്ത്, എൻ്റെ ഭയത്തിൻ്റെ ഭാഗത്ത്, എനിക്ക് മാറ്റുവാൻ പറ്റാത്തത് എന്താണെന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗത്ത് എനിക്ക് മാറ്റുവാൻ പറ്റുന്ന കാര്യങ്ങളിൽ തുടക്കമിടാൻ, എൻ്റെ അലസതയെ കളയാൻ, എൻ്റെ മടിയെ കളയാൻ, നിരന്തരമായിട്ടുള്ള പ്രയത്നങ്ങൾ ചെയ്യാനായിട്ട് തുറന്നു പറച്ചിലുകളിലൂടെയാണ് ഇത് സാധ്യമായത്. വിശ്വാസത്തെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരാളുമായിട്ട് അത് ഏറ്റേറ്റു പറയേണ്ടി വന്നു. എനിക്കിന്ന് സാധിച്ചിട്ടില്ല എന്ന് സത്യസന്ധമായിട്ട് വീണ്ടും വീണ്ടും ആ പറച്ചിലുകളിലൂടെ പതുക്കെ സാധ്യമാകാൻ തുടങ്ങി എന്നുള്ളതാണ്. പക്ഷെ എനിക്കത് സാധിക്കുമെന്ന വിശ്വാസം, ആ വിശ്വാസമാണ് പിന്നീട് പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഞാൻ എന്നോട് പറയുന്നുണ്ട് എന്നെ കൊണ്ട് സാധ്യമാണ്, അവർക്ക് സാധിച്ചെങ്കിൽ എനിക്ക് സാധിക്കും, പക്ഷെ ഇന്ന് എനിക്ക് സാധിച്ചിട്ടില്ല. അവിടെ സത്യസന്ധത ഉണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ എളിമയുണ്ട്, എനിക്ക് പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളുണ്ട്.
എല്ലാം എന്നെ കൊണ്ട് പറ്റുമെന്ന് പറയുന്നിടത്ത് ഞാൻ ദുർബലത സമ്മതിച്ചിട്ടുണ്ട്. ദുർബലതയുടെ അടിത്തറയിൽ നിന്നാണ് ഞാൻ ആ കരുത്തിനെ കണ്ടെത്തുന്നത്, വിശ്വാസത്തിലൂടെ. ഓരോ കാര്യങ്ങളെയും മാറ്റിത്തീർക്കാനുള്ള ശ്രമങ്ങൾ, ഓരോ കാര്യങ്ങളും എല്ലാം ഒറ്റയടിക്ക് ചെയ്തു തീർക്കുകയല്ല. അവിടെയൊക്കെ ആദ്യം എന്നോട് പറഞ്ഞ് കമ്പാരിസൺ നിർത്തിക്കോ, മറ്റുള്ളവർക്ക് പറ്റിയോ ഇവർക്ക് പറ്റിയോ ഇതൊന്നും നോക്കണ്ട. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് ഈ പ്രോഗ്രാം പരിശീലനം നടത്താൻ പറ്റില്ല. നിനക്ക് വേണം, നിനക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. നിന്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നിനക്കവിടെ സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പൈസ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴൊന്നും എനിക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന കാലത്ത് എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓരോ ഉപാധികൾ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവില്ല. പൈസ ഉള്ളതുകൊണ്ട് സന്തോഷം പോയതുമല്ല, പൈസയ്ക്ക് പൈസ തന്നെ വേണമെന്ന ബോധ്യങ്ങളൊക്കെ വന്നു. പക്ഷേ എൻ്റെ മാനസിക നില ശരിയാക്കുമ്പോൾ പൈസ ഇല്ലാത്ത സമയത്തും അതിനെ സ്വീകരിക്കാൻ എനിക്ക് സാധ്യമാക്കുന്ന രീതിയിൽ, കാരണം അങ്ങനെ സാധ്യമായിട്ട് എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ ഓക്കെ ആയാലേ എനിക്ക് പൈസ ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ആദ്യം എൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഭയങ്ങളെ കളയണം. ഇന്നിൽ ജീവിക്കുന്നതിൽ നിന്ന് തടയുന്ന കാര്യങ്ങളെ കണ്ടെത്തി പ്രവൃത്തിന്മുഖനാക്കണം. അല്ലെങ്കിൽ അമിതമായ ചിന്തകൾ ഉണ്ടാവും. അമിതമായ ചിന്തകളെ കളയാൻ എന്നെ പ്രവർത്തിപ്പിക്കണം. ഇന്ന് ഞാൻ പ്രവർത്തിച്ചാലേ എൻ്റെ ഭാവി നന്നാവുള്ളൂ. അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് ആലോചിച്ചിരുന്നുകൊണ്ടോ അതിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ചിന്തിച്ച് കുറേ ചിന്ത കൊണ്ടൊന്നും കാര്യമില്ല. പ്രവർത്തികൾ ഉണ്ടായിരിക്കണം. ചിന്തകൾ അവിടെ ഉണ്ടാവും എന്നല്ലാണ്ട് ചിന്തകൾ കുഴപ്പത്തിലേക്ക് നയിക്കും, അലസനാക്കും എന്നല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല. പ്രവൃത്തികൾ ഓരോ ദിവസത്തെയും ക്രിയാത്മകമായി വിനിയോഗിക്കാൻ ഓരോ സമയവും വിലപ്പെട്ടതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി അവിടെ എല്ലാം ആ വിശ്വാസം. എനിക്ക് പണ്ട് നടക്കാതിരുന്നത് ഏടെ ജീവിത രീതിയിലൂടെ, പരിശീലനത്തിലൂടെ നിരന്തരമായ രീതിയാണ്. അതിന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിന് തയ്യാറായതുകൊണ്ട് തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നുമല്ല. പ്രോഗ്രാം പരിശീലിക്കാനായിട്ട് ആ സ്പോൺസറുടെ മറ്റ് വ്യക്തി വൈകല്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കിയില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അടിസ്ഥാന ഗ്രന്ഥത്തെയും സ്പോൺസറേയും തന്നെയാണ്. കാരണം ഇത് മുന്നേ കടന്നുപോയ മധ്യാസക്തരായ മനുഷ്യർ, അവർ കടന്നു വന്ന വഴിയിലൂടെയുള്ള കാര്യങ്ങളാണ്, അവരുടെ അനുഭവമാണ്. അവരുടെ അനുഭവം ഞാനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് അവരുടെ അനുഭവത്തിൽ നിന്ന്. അപ്പം ഞാൻ ആ മാർഗം പരീക്ഷിച്ച് നോക്കുക. എങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും എങ്ങനെ മറികടക്കണം, അതിലേക്ക് എത്തുന്നതിൽ നിന്ന് എന്നെ തടയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയാണ് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുക. തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിലേക്ക് എടുക്കാൻ, പ്രോഗ്രാമിനെ അന്ധമായിട്ട് വിശ്വസിക്കാൻ തയ്യാറായതുകൊണ്ട് തന്നെയാണ് പിന്നീട് പ്രവർത്തിക്കുകയും ഇന്ന് ഒക്കെ വിവേചിച്ചറിയാൻ പറ്റുന്ന വിവേകമൊക്കെ ഉണ്ടാവുന്നതിൻ്റെ കാരണം ആ തുടക്കത്തിലുണ്ടായ വിശ്വാസവും അതിനെ തുടർന്നുള്ള സന്നദ്ധതയുമാണ് ആ വിശ്വാസത്തെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കുന്നതായിട്ട് മാറ്റിയതെന്നാണ്. അപ്പോൾ അതെന്നും കടന്നു വരേണ്ടതാണ് എന്നുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ്. ഓരോ ദിവസവും 24 മണിക്കൂറിലും എന്നിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വിശ്വാസത്തിലായിരിക്കണം ഞാനെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ വരുന്നത്. നമുക്ക് ഒരുമിച്ചുകൊണ്ട് ഏവരെയും തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.